ആക്രാന്തം കാണിക്കാതെ ചുട്ടു തരാം. അതല്ല മുതലാളി, തുണി മാറ്റി. ആകെയുള്ള ഈ തുണി മാറ്റി നീ എന്നാ കാണാനാ? അതല്ല മുതലാളി, കുറുക്കനും ചേട്ടനും ചെറുക്കനും കൂടി എത്തിയെന്ന്. അയ്യോ, എത്തിയോ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോന്ന് പയ്യൻ ഇഷ്ടപ്പെട്ടെന്നാ പറയുന്നേ. പയ്യനെ ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടു അല്ലേടി? ഇത് എന്റെ രണ്ടാമത്തെ മോള് സുകേശിനി പിള്ള. അടുത്ത കല്യാണക്കാരി ഇവളാ. എന്തൊരു ചേർച്ച. സുമുഖൻ, സുകേശിനി, സൂസു. എന്താ? ഒന്നുമില്ല. പിന്നെ ശൂശൂന്ന് വിളിച്ചത്? സൂസൂന്നല്ല, ഷൂഷൂ എന്നാ പറഞ്ഞത്. എന്റെ കാലില് ദേ കണ്ടില്ലേ? അത് വെളിയിൽ കാണിക്കണ്ട. കാര്യങ്ങളൊക്കെ ഹരി പറഞ്ഞു കാണുമല്ലോ. ഈ കാണുന്ന സ്വത്തുക്കളെല്ലാം എന്റെ മക്കൾക്കുള്ളതാ. ആക്ച്വലി ഞാൻ മലേഷ്യയിലായിരുന്നു. അവിടെ എന്റെ ഭാര്യയ്ക്കും എനിക്കും മക്കൾക്കും കൂടി 6 ബംഗ്ലാവ് ഉണ്ടായിരുന്നു. പെട്ടെന്നൊരു യുദ്ധം വന്നപ്പോ എല്ലാം വിട്ടെറിഞ്ഞിട്ട് ഞാൻ ഇങ്ങ് പോകുന്നു. എന്താടാ കിളിക്കണേ? ഒന്നുമില്ല, ഓരോന്നും ഓർത്ത് ചിരിച്ചു പോയതാ. ഒരുപാട് ഓർക്കണ്ട. സാറിന് പണീഷിൽ എന്തായിരുന്നു? തെറ്റി മലേഷ്യയിൽ എന്തായിരുന്നു പണി? അതിപ്പോ ഇന്ന പണിയൊന്നുമില്ല. അവിടെ ഒരുപാട് പണി കിടക്കില്ലേ? ഭാര്യക്ക് പണി ഇല്ല. എന്നാ പിന്നെ അങ്ങോട്ട് പോയാലോ? ഒരു പ്രയോജനമില്ല. അവിടെ ഉള്ളവരെല്ലാം കല്യാണം കഴിഞ്ഞവരാ. ഓ, മാരിഡ് മലേഷ്യ. അപ്പൊ ആരും ഒന്നും കുടിച്ചില്ലല്ലോ. കുടിക്കേ. റൈസ് സൂപ്പാണ്. കണ്ടോ, സുമുഖന് നമ്മുടെ റൈസ് സൂപ്പ് വളരെ ഇഷ്ടപ്പെട്ടു. മോളെ, സുമുഖന് ചായ വേണ്ട, ഒരു കപ്പ് റൈസ് സൂപ്പ് കൊണ്ട് കൊടുക്കുക. വേണ്ട, ചായ മതി. അയ്യോ, എന്താടാ മരമാക്രി കാണിക്കുന്നത്? സല്യൂട്ട് ചെയ്യാൻ മറന്നുപോയി. ഇവരെ കൊണ്ട് തോറ്റല്ലോ. പോടാപ്പുറത്ത്. ഒന്നുകൂടെ സല്യൂട്ട് ചെയ്യട്ടെ? വേണ്ട. വേണ്ടല്ലേ? അപ്പോ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാ? കല്യാണക്കാര്യവും പറഞ്ഞ് ശ്രീമന്തിനെ അടുത്ത് എല്ലാം പറ്റിയില്ല. അവള് മഹാ മുൻകോപിയാ. ബഹളാദം പിള്ള ഒന്നുകൊണ്ടും പേടിക്കണ്ട. ബഹളാദൻ പിള്ളയല്ല, ബഹളാദം പിള്ള സാറ് ഒന്നുകൊണ്ടും പേടിക്കണ്ട. മോഡായി ഞാൻ അല്ലെങ്കിൽ ഈ സാറേറ്റു. എന്താ പോലെ സത്യവാൻ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാനെന്ത് പറയാനാ? ഒക്കെ നിങ്ങള് കാരണന്മാര് തീരുമാനിച്ചാ മതി. മിടുക്കൻ. അതാ നല്ല കുട്ടികളുടെ ലക്ഷണം. എന്റെ മകളായോട് പറയില്ല, അവളെ വളയ്ക്കാൻ അല്പം ബുദ്ധിമുട്ടാ. അവളെയല്ല, അവളുടെ അമ്മയെ ഞാൻ വളയ്ക്കും. നീ അകത്ത് പോ. നിങ്ങൾ അകത്ത് പോ.